ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ സീരീസിന്റെ സീസൺ 4 രണ്ടാമത്തെ എപ്പിസോഡാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്നതിന് കാണിക്കുന്നത് നമ്മുടെ യൂഷിറോനെയാണ്. അവനാണെങ്കിൽ അവിടെ എന്തൊക്കെയോ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ എന്തൊക്കെയോ ഓർമ്മ വരുന്നു. ലേഡി തമായോ എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഗുഡ് ഈവനിങ് മിസ് തമായോ. ഈ രാത്രിയില് ഈ ജനലൊക്കെ തുറന്നിടുന്നത് വളരെയധികം അപകടമാണ്. നിങ്ങളെ കാണാൻ സാധിച്ചതിന് ഒരുപാടധികം സന്തോഷമുണ്ട്. ഞാൻ മാസ്റ്റർ ഉപയോഗിക്കയുടെ ഒരു മെസ്സഞ്ചർ ആണെന്ന് പറയുകയാണ്. നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടെന്ന് എനിക്കറിയാം. താൻജറോ ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ എനിക്ക് ഒരുപാടധികം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണ് ആ കാക്ക. ആ സമയത്ത് തന്നെ നമ്മുടെ തമായോ ചിന്തിക്കുകയാണ്, ഇവർ ഉദ്ദേശം എന്താണ്? ഉപയോഗിക്ക് എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണോ? ഷിറോ എവിടെ എന്ന് തമായോ കാക്കയോട് ചോദിക്കുകയാണ്. അവനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അവൻ മുകളിൽ നിന്ന് താരോട്ട് വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാനുണ്ടെന്ന് കാക്ക പറയുകയാണ്. കാക്ക പറഞ്ഞതുപോലെ തന്നെ ലേഡി തമായോ എന്ന് വിളിച്ചുകൊണ്ട് യൂഷിറോ മേളിൽ നിന്ന് വരികയാണ്. എന്നാൽ ഇതേ സമയം തന്നെ അവൻ ആ സ്റ്റെപ്പിൽ നിന്ന് അടിച്ചു കെട്ടി വീഴുന്നൊക്കെ ഉണ്ട്. ഇതേ സമയം തന്നെ ആ കാക്ക പറയുകയാണ്, എന്നാൽ ഞാൻ ഇനി വന്ന കാര്യം പറയാം. ഡീമൺ സ്ലെയർ ക്രോപ്പിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഡീമൺസിന്റെ ഫിസിയോളജിയെ കുറിച്ചും മരുന്നുകളെ കുറിച്ചൊക്കെ അറിയാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നെസ്കോനെ തിരിച്ചൊരു മനുഷ്യനാക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുമാത്രമല്ല മൂസാൻ കിബിക്സുജിയെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളോട് നിൽക്കുമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുകയാണ് ആ കാക്ക തമായോട്. ഒരു ഡീമണായിട്ടുള്ള എന്നെ ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് ക്ഷണിക്കുന്നു എന്നോ? നിങ്ങളിൽ നിന്ന് ഞാനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കാക്ക അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഇപ്പോഴായിരുന്നു യൂഷിറോ അങ്ങോട്ട് വരുന്നത്. എല്ലാ കാര്യങ്ങളും തയ്യാറായി ലേഡി തമായോ, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകാം. ഇനി അതിന്റെ ആവശ്യമില്ല. നെസ്കോ ആണെങ്കിൽ ഇപ്പൊ സൂര്യപ്രകാശത്തിൽ കൂടെ നടക്കുന്നുണ്ട്. ഇനി ഒരു വലിയ യുദ്ധം തന്നെ ഇവിടെ നടക്കാൻ പോവുകയാണ്. അന്നത്തെ സംഭവം ഇവിടെ വരെ എത്തിയിരിക്കുന്നു എന്ന് ലേഡി തമായോ പറയുകയാണ്. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്ന് മനസ്സിലാവുന്നെന്ന് യൂഷിറോ പറയുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. നമ്മൾ ഇത്ര നാളും ചെയ്ത എല്ലാ എക്സ്പെരിമെന്റും നമ്മൾ ഇവിടുന്ന് എടുക്കണം. അതിന് നീ എന്നെ സഹായിക്കണമെന്ന് ലേഡി തമായോ യൂഷിറോയോട് പറയുകയാണ്. നമ്മൾ ഇനി ഒളിച്ച് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് പോവുകയാണ് ലേഡി തമായോ പറയുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻജറോ ആണെങ്കിൽ മാസ്റ്റർ ഉപയോഗിക്ക് താൻജറോക്ക് എഴുതിയ കത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേ താൻജറോ, എങ്ങനെയുണ്ട്? നിന്റെ മുറിവുകളൊക്കെ കുറവുണ്ടോ? എന്റെ ആരോഗ്യ പ്രശ്നം കാരണം എനിക്ക് നിന്നെ വന്ന് കാണാൻ സാധിക്കത്തില്ല. കത്ത് ഞാൻ എഴുതുന്നത് നിന്നോടൊരു സഹായം ചോദിക്കാൻ വേണ്ടിയാണ്. നീ എനിക്ക് വേണ്ടി ഗിയു ടോമിയാക്കോനോട് സംസാരിക്കണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടിരിക്കേണ്ട ഒരു സമയമാണിത്. നീ അവനോട് പോയി സംസാരിക്കണം. അവനെപ്പോഴും ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. നീ അവനോട് സമാധാനത്തോട് സംസാരിക്കണം. ഞാൻ ഉറപ്പായിട്ടും ഗിയുവിനോട് സംസാരിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് വീടിന്റെ പുറത്തോട്ടിറങ്ങിയ നമ്മുടെ താൻജറോ കാണുന്നത് ആവീനെയാണ്. താൻജറോ, ഈ രാവിലെ തന്നെ നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ ഹാസ്ട്ര ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? പോകണം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരാളെ കാണണം. ആവി, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. ഒരാൾ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുകയാണ്. അയാൾ ഒറ്റയ്ക്കല്ല, അയാളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അത് ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. എനിക്കും ഒറ്റയ്ക്കിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. നീ ഈ പറഞ്ഞ ആളിനെ കാണാനാണോ നീ പോകുന്നതെന്ന് ആവി താൻജറോട് ചോദിക്കുന്നു. താൻജറോ പറയുന്നു അതെ എന്ന്. എന്നാൽ നീ ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കുക, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് ആവി അവിടെ നിന്ന് പോകുന്നു. ഗ്യൂനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാടധികം കഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ താൻജറോ. ആവിയാണെങ്കിൽ നമ്മുടെ താൻജറോക്ക് കുറച്ച് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. നീ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, ഈ പറഞ്ഞ ആളിന് നീ ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കണം. ഈ സിറ്റുവേഷനിൽ ഈ ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ അവൻ്റെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യും. അങ്ങനെ നമ്മുടെ താൻജറോ അവർക്ക് ടാറ്റ ബാബയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗിയുവിന്റെ വീടിന് മുമ്പിൽ വന്ന നമ്മുടെ താൻജറോ ഗിയു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗിയു, ടോമിയാക്കോ, നിങ്ങൾ ഇതിന്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. ഹേ ഗിയു, ഇതൊന്ന് തുറക്കുമോ? ഞാൻ ഇതിന്റെ അകത്തേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ ഇതിന്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് നമ്മുടെ താൻജറോ. ഇതൊക്കെ നമ്മുടെ ഗിയു അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവനിപ്പോ അകത്തേക്ക് കയറി വരാൻ പോവുകയാണെന്നോ? എനിക്ക് തോന്നിയതായിരിക്കും. എന്നാ കഥകിന്റെ അവിടോട്ട് നോക്കുന്ന സമയത്ത് ആ കഥക് പതുക്കെ തുറന്നു വരുന്നു. ഹേ ഗിയു എന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ അകത്തേക്ക് വരികയാണ്. അകത്ത് വന്ന നമ്മുടെ താൻജറോ ആണെങ്കിൽ നമ്മുടെ ഗിയുവിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്തിനാണ് ഇത്ര അടുത്ത് വന്നിരിക്കുന്നതെന്ന് ഗിയു ചിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഹാസ്ട്ര ട്രെയിനിങ് പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നത് നമ്മുടെ ഗിയു താൻജറോട് പറയുകയാണ്. അങ്ങനെയാണോ? ഒരാഴ്ച കഴിയുമ്പോൾ എന്റെ കാല് ശരിയാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ട്രെയിനിങ് ചെയ്യാം എന്ന് പറയുകയാണ് നമ്മുടെ താൻജറോ. നടക്കത്തില്ല, അത് ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുകയാണ് നമ്മുടെ ഗിയു. അതെന്താ നടക്കാത്തെ? നിങ്ങൾക്ക് ഒരുപാടധികം ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് താൻജറോ പറയുകയാണ്. നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ദേഷ്യമുണ്ട്. അതിനുള്ള കാരണവും നീ തന്നെയാണ്. നീ വാട്ടർ ബ്രീത്തിങ് മാസ്റ്റർ ചെയ്തില്ല. അഥവാ നീ മാസ്റ്റർ ചെയ്തായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഒരു വാട്ടർ ഹാഷറയായി മാറിയേനെ എന്ന് നമ്മുടെ ഗിയു താൻജറോട് പറയുകയാണ്. അങ്ങനെയാണോ എന്നോട് മാസ്റ്റർ റുറോക്കോഡാക്കി പറഞ്ഞത്? ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ എനിക്ക് വേറൊരു ബ്രീത്തിങ് സ്റ്റൈൽ ഉണ്ടാക്കാൻ സാധിക്കും. വാട്ടർ ബ്രീത്തിങ്ങിൽ നിന്ന് ഒരുപാടധികം ബ്രീത്തിങ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വാട്ടർ ബ്രീത്തിങ്ങിനെക്കായിട്ടില്ല ഈസി ആയിട്ട് തോന്നിയത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ബ്രീത്തിങ് ആണ് എന്ന് പറയുകയാണ് നമ്മുടെ താൻജറോ ഗിയുവിനോട്.
ഗിയുവിനോട്. ഞാൻ അതിനെ പറ്റിയല്ല പറഞ്ഞത്, ഇപ്പൊ ഒരു വാട്ടർ ഹാഷറ പോലും ഡീമൺ സ്ലെയർ ക്രോപ്പിലില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു വാട്ടർ ഹാഷറ വേണമെന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജറോ പറയുകയാണ്, അപ്പൊ നിങ്ങളും ഒരു വാട്ടർ ഹാഷറയല്ലേ? അല്ല, ഞാൻ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗിയു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആണ് നമ്മുടെ താൻജറോ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുന്നത്. നീ ഗിയുവിനോടാണെങ്കിലും എല്ലാ കാര്യങ്ങളും സാവധാനം പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ താൻജറോ പിന്നീടും ഗിയുവിനെ കാണാൻ വേണ്ടി വരികയാണ്. ഹേ ഗിയു, നിങ്ങളിവിടെ ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചാൽ പകുതി പ്രശ്നവും മാറുമെന്നാണ് എന്ന് പറയുകയാണ് നമ്മുടെ താൻജറോ. എന്നിട്ട് ആ ഫുഡ് അവിടെ വെക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ താൻജറോ. അന്ന് രാത്രി തിരിച്ച് വീട്ടിലോട്ട് വന്ന് നമ്മുടെ ഗിയു കാണുന്നത് നമ്മുടെ താൻജറോ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ താൻജറോ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. നമ്മുടെ താൻജറോ കൊടുത്ത എല്ലാ ഫുഡും നമ്മുടെ ഗിയു കഴിച്ചിട്ടുണ്ട്. ഗിയു, നിങ്ങൾ തിരിച്ചു വന്നോ? ഞാൻ തന്ന എല്ലാ ഫുഡും നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ താൻജറോ. അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഗിയു അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ നമ്മുടെ താൻജറോയും ഗിയുവിന്റെ പുറകെ തന്നെയുണ്ട്. ഗിയു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത് മിഷമല്ലോ ആണോ? ഇവിടെ ഡീമൺ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നിരീക്ഷിക്കുകയാണോ? എന്നാൽ ഇവിടെ ഡീമൺ ഒന്നുമില്ല, നമുക്കിപ്പോൾ ട്രെയിനിങ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ താൻജറോ ഗിയുവിന്റെ പുറകെ തന്നെ പോവുകയാണ്. നമ്മുടെ താൻജറോ ആ രാത്രി മുഴുവനും നമ്മുടെ ഗിയുവിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത ദിവസം ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച നമ്മുടെ ഗിയുവിന്റെ അടുത്തേക്ക് നമ്മുടെ താൻജറോ വരികയാണ്. ഗിയു, നിങ്ങൾ ഇതിന്റെ അകത്തുണ്ടോ? നമുക്കിപ്പോൾ ട്രെയിനിങ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഗിയുവിനെയും കൊണ്ട് ഒന്ന് ഫുഡ് പോലും കഴിപ്പിക്കുന്നില്ല. എല്ലാ സമയവും നമ്മുടെ ഗിയുവിന്റെ പുറകെ തന്നെയുണ്ട് നമ്മുടെ താൻജറോ. എന്തിനു പറയണം, ഒന്ന് കുളിക്കാൻ പോലും നമ്മുടെ ഗിയുവിനെ സമ്മതിക്കുന്നില്ല നമ്മുടെ താൻജറോ. നമുക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. അതിന് സഹികെട്ട് നമ്മുടെ ഗിയു ചിന്തിക്കുകയാണ്, ഇവൻ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്? ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവൻ എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ പുറകെ തന്നെ നടക്കുമോ? ഇവനോട് ഞാൻ സംസാരിച്ചാൽ ഇവൻ എൻ്റെ പുറകെ നിന്ന് പോകുമോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗിയു തീരുമാനിക്കുവാണ് ഇവനോട് സംസാരിക്കാൻ. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുവാണ് നമ്മുടെ ഗിയു. താൻജറോ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഫൈനൽ സെലക്ഷനിൽ വിജയിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഡീമൺ സ്ലെയർ ഫൈനൽ സെലക്ഷനെ കുറിച്ചാണോ? ആ വിസ്റ്റീരിയ പൂവൊക്കെ ഉള്ളത്? അത് തന്നെ, ഞാൻ അതിൽ വിജയിച്ചിട്ടില്ല. എൻ്റെ കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയെ പോലെ തന്നെ ഡീമൺസ് അറ്റാക്ക് ചെയ്തതായിരുന്നു. അവൻ്റെ പേരാണ് സബീറ്റോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരുന്നു ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കണ്ടുമുട്ടി വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങളെ ട്രെയിൻ ചെയ്തത് മാസ്റ്റർ റോക്കോഡാക്കി തന്നെയായിരുന്നു. ആ ഫൈനൽ കോമ്പറ്റീഷന് ഏറ്റവും കൂടുതൽ ഡീമൺസിനെ കൊന്നത് അവനായിരുന്നു. ആ സെലക്ഷന്റെ തുടക്കം തന്നെ എന്നെ ഒരു ഡീമൺ അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാടധികം മുറിവുകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ എന്നെ അവിടുന്ന് രക്ഷിച്ചത് സാബിറ്റോ ആയിരുന്നു. അവൻ നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു. അവന് നല്ല രീതിയിൽ കഴിവുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. സ്കിൽസ് ഒക്കെ കണ്ടാൽ അവൻ 13 വയസ്സുകാരനാണെന്ന് പറയത്തേയല്ല. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു ഒരു ഡീമൺ സ്ലെയറിന്റെ അലർച്ച കേൾക്കുന്നത്. ആ ഡീമൺ സ്ലെയറിനെ രക്ഷിക്കാൻ വേണ്ടി സാബിറ്റോ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു തുറക്കുന്ന സമയത്ത് ആ ഫൈനൽ സെലക്ഷൻ അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഞാനൊരു കാര്യം അറിയുന്നത്. ഞാൻ ഒരാഴ്ചയായിട്ട് കോമയിലായിരുന്നു. അതുമാത്രമല്ല സാബിറ്റോ മരിച്ചു. ഈ കാര്യം എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഒരു ഡീമനെ പോലും കൊല്ലാതെ ആ സെലക്ഷന് പാസ്സായി. ആ ഡീമൺസിനെ രക്ഷപ്പെട്ട എല്ലാ ആൾക്കാരും പാസ്സാവുന്നു. പക്ഷെ ഞാൻ പാസ്സാവാൻ കാരണം സാബിറ്റോ ആയിരുന്നു. അതുമാത്രമല്ല, നിനക്കൊരു കാര്യം അറിയാവോ? ഒരു ഡീമൺ സ്ലെയർ ആവാനുള്ള യോഗ്യത എന്നെക്കാട്ടി കൂടുതൽ അവനായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഞാൻ മറ്റുള്ള ഹാസ്ട്രാസിനെ പോലൊന്നും അല്ല. എനിക്കൊരിക്കലും ഒരു ഹാസ്ട്ര എന്നുള്ള പേര് വെച്ച് നടക്കാനൊന്നും പറ്റില്ല. എനിക്കൊരിക്കലും അർഹിക്കാത്ത വിജയം ആവശ്യമില്ല. അതുമാത്രമല്ല, എനിക്ക് ഡീമൺ സ്ലെയർ ക്രോപ്പിൽ നിൽക്കാൻ പോലുമല്ല യോഗ്യതയില്ലെന്ന് പറയുകയാണ് നമ്മുടെ ഗിയു. അതുകൊണ്ട് നീ വേറെ ഏതെങ്കിലും ഹാസ്ട്രാസിന്റെ സഹായം ചോദിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതുമാത്രമല്ല, എനിക്കൊരിക്കലും ആ ഡീമൺ സ്ലെയർ മാർക്ക് വരാൻ പോകുന്നില്ല. എന്നാൽ എൻ്റെ സ്ഥലത്ത് അവനായിരുന്നെങ്കിൽ അവന് വന്നേനെ എന്ന് പറയുകയാണ് നമ്മുടെ ഗിയു. എന്നിട്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. കേട്ട് നമ്മുടെ താൻജറോ ചിന്തിക്കുകയാണ്, ഹേ ഗിയു, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് മരിച്ചു പോകുന്നുള്ള ഫീലിംഗ് എനിക്കറിയാം. നമ്മളെ കാട്ടില്ല അർഹതയുള്ള ഒരാൾക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടിയില്ല. അയാൾ നമ്മളെ വിട്ടുപോയി. പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്താണ് അയാൾ നമ്മളെ വിട്ടുപോയെങ്കിൽ ആ ഫീലിംഗ് നമുക്ക് ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് നമ്മുടെ താൻജറോ. സാബിറ്റോ ആ മലമുകളിൽ വെച്ച് എന്നെ ട്രെയിനിങ് ചെയ്തു. അവൻ എന്തിനു വേണ്ടിയാണ് എന്നെ ട്രെയിൻ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അതുമാത്രമല്ല, അവനിപ്പോൾ ജീവനം ഉണ്ടായിരുന്നെങ്കിൽ ജിയോന്റെ സെയിം പ്രായം തന്നെയായിരുന്നേനെയും. അതുമാത്രമല്ല, അവന് ആ കോമ്പറ്റീഷനിൽ വന്ന എല്ലാ ആൾക്കാരെയും രക്ഷിച്ചു. അവനിപ്പോൾ ജീവനം ഉണ്ടായിരുന്നെങ്കിൽ അവന് ഒരു ബെസ്റ്റ് സ്പോർട്സ്മാൻ ആയനേയും. ഗിയു ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, അവന് പകരം താൻ മരിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. അന്ന് റെങ്കോക്കോ സ്വന്തം ജീവൻ കൊടുത്ത് എല്ലാവരും രക്ഷിക്കുന്ന സമയത്ത് അന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം. റെങ്കോക്കോ മറ്റുള്ളവരെക്കാട്ടിൽ വളരെയധികം സ്ട്രോങ് ആയിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവരിപ്പോൾ ഒരുപാടധികം കാര്യം ചെയ്തേനെ. പലപ്പോഴും ഞാനും ഇത് ചിന്തിച്ചിട്ടുണ്ട്. അയാൾ മരിക്കുന്നതിന് പകരം ഞാൻ മരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ റെങ്കോക്കോയും മൂസാരിക്ക് ബിക്സുജിയെ കൊല്ലാൻ വേണ്ടി കണ്ടേ. എന്നാൽ അന്ന് എന്നോട് ഇന്നോസ്കി പറഞ്ഞത്, റെങ്കോക്കോ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും വിശ്വാസം കളയാൻ പാടില്ല എന്ന് പറയുകയാണ്. അതെന്നെ ഒരുപാടധികം ചിന്തിപ്പിച്ചു. എന്നാൽ ഗിയുവിനോട് ഞാൻ എന്ത് പറയുമെന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ താൻജറോ. ഒരിക്കലും ഒരു ഹാഷറേ ആവാൻ അർഹതയില്ലാത്ത ഒരാളല്ല. അവർ ഇതിനു വേണ്ടി ഒരുപാടധികം പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഗിയു, നിങ്ങൾ അവിടെ നിൽക്കുക. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സാബിറ്റോയ്ക്ക് നിങ്ങൾ ഒരുപാടധികം വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവൻ അവന്റെ ജീവൻ കളഞ്ഞിട്ട് നിങ്ങളെ രക്ഷിച്ചത്. ഒരിക്കലും നിങ്ങൾ അവന്റെ വിശ്വാസം കളയാൻ പാടില്ല. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഗിയുയ്ക്ക് മോത്ത് എന്തോ അടി കിട്ടിയതുപോലെ തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ സാബിറ്റോ ആണെങ്കിൽ നമ്മുടെ ഗിയുവിന്റെ മോന്തയ്ക്ക് ഇട്ടൊരെണ്ണം കൊടുക്കുന്നു.
നീ ഇനി ഒരിക്കലും നീ മരിക്കുന്ന കാര്യം പറയരുത്. നീ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇനി ഒരിക്കലും സുഹൃത്തുക്കളല്ല. നിന്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസം അവിടെ ഡീമൺ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവളുടെ ജീവൻ കളഞ്ഞിട്ട് നിന്നെ രക്ഷിച്ചത് നീ ഇനി ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അത് നീ ഒരിക്കലും ഇല്ലാതാക്കി കളയാൻ പാടില്ല. അതുമാത്രമല്ല നീ ഒരിക്കലും അവളെ നിരാശപ്പെടുത്താൻ പാടില്ല. നീ അത് കളയാനേ പാടില്ലെന്ന് പറയുകയാണ് നമ്മുടെ സാബിറ്റോ നമ്മുടെ ഗിയുവിനോട്. ആ കാര്യം നമ്മുടെ ഗിയു ഓർക്കുകയാണ്. നമ്മുടെ ഗിയു പറയുകയാണ്, അന്ന് അവൻ എന്നെ അടിച്ച ആ അടിയുടെ വേദന ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല, എന്നിട്ടും ഞാൻ അത് മറന്നുപോയി. അതിനർത്ഥം ഞാൻ അവന് കൊടുത്ത വാക്കിന് ഒരു വിലയില്ലെന്നല്ലേ? അതുമാത്രമല്ല ഇതൊക്കെ ഞാൻ എങ്ങനെ മറന്നുപോയത്? എനിക്കതൊന്നും ഓർക്കണ്ട, കാരണം എനിക്കിനി ഒന്നും കൂടെ അതിലൂടെ കടന്നു പോകാൻ വയ്യ. സാബിറ്റോ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഗിയു. നമ്മുടെ താഞ്ചർ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ താഞ്ചർ ചിന്തിച്ചിരിക്കുവാണ്, ഇവരെന്താണ് അനങ്ങാത്തെ? ഞാൻ ഇനി പറഞ്ഞ ഈ കാര്യമൊക്കെ ഇവർക്ക് വളരെ രീതിയിൽ ഫീലായോ? ഇവർ വളരെയധികം വിഷമത്തിലാണെങ്കിൽ എനിക്കറിയാം. ഇവരുടെ മനസ്സ് ഞാൻ ഇനി എങ്ങനെ മാറ്റുമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ താഞ്ചറൊക്കെ ഒരു ഐഡിയ കത്തുന്നു. ഒരു ഈറ്റിംഗ് കോമ്പറ്റീഷനെ കുറിച്ച് ഇവരോട് പറഞ്ഞാലോ? ഇതേ സമയത്ത് തന്നെ താഞ്ചറോ എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ പോയി. നമ്മുടെ ട്രെയിനിങ് ഉണ്ടല്ലോ. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഗിയുവിനെ കൊണ്ട് പറയിപ്പിക്കാതെ നമ്മുടെ താഞ്ചർ പറയുകയാണ്, നമുക്കൊരു ഈറ്റിംഗ് കോമ്പറ്റീഷൻ നടത്തിയാലോ, ആരാ ജയിക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗിയു അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മൾ ഗിയു പറയുകയാണ്, എന്നോട് അവർ ഹാഷ്ട്ര ട്രെയിനിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. അതിനും പറയണേ, എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ കാണുന്നത് ഷിനിബുനെയാണ്. ചേച്ചി എനിക്ക് സമാധാനം കിട്ടാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? എന്നെ പോലെ പക്വതയില്ലാത്തവർക്കാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്ന് ഷിനിബു പറയുന്നത് തന്നെ അങ്ങോട്ട് കാന വരികയാണ്. എന്നിട്ട് ഷിനിബുനോട് ചോദിക്കുകയാണ്, ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് വിൻ ഹാഷ്ട്ര ട്രെയിനിങ് ആണ്, അത് കഴിഞ്ഞിട്ട് സ്റ്റോൺ ഹാഷ്ട്രയുടെ ട്രെയിനിങ്ങും, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ട്രെയിനിങ് ചെയ്തോട്ടെ? ഇല്ല പറ്റത്തില്ല, ഞാൻ ഹാഷ്ട്ര ട്രെയിനിങ് ചെയ്യത്തില്ലെന്ന് ഷിനിബു പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ കാന ചോദിക്കുവാണ്, അതെന്താണ്? നമ്മുടെ കാനുവിനെ നമ്മുടെ ഷിനിബു അടുത്തേക്ക് വിളിക്കുന്നു. ഇപ്പോഴാണ് പറ്റിയ സമയം, എൻ്റെ ചേച്ചീനെ കൊന്ന ആ ഡീമനെ കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരാം, ആ ഡീമനെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷിനിബു. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 രണ്ടാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ ഇനി മുതൽ നമ്മുടെ ചാനലിൽ ഡെയിലി കണ്ടന്റ്സ് വരുന്നതായിരിക്കും. ഞാൻ ഒരു ദിവസം പോലും വിടാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് 1K ആണ്. വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നതായിരിക്കും. ബൈ.